ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ആസ്വദിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മുണ്ടമ്പറയുടെ പരിസരത്ത് ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ലൈവിലൂടെ സാധുവായ താജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ ഇത് കേൾക്കുന്നുണ്ടാകും. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഹോസ്പിറ്റലില്ല കൊണ്ടുപോയി. അവസാനം അല്ലാഹുവേ, മണിപ്പാലം എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാ. ഡോക്ടർമാര് പറഞ്ഞു, പ്രശ്നമില്ല, ഇത് തുടക്കമാണ്. 22 ലക്ഷം രൂപ കെട്ടിവെച്ചൊരു ഓപ്പറേഷൻ ചെയ്ത പൊന്നുമോളെ രക്ഷപ്പെടുത്ത, പിന്നെ രോഗങ്ങൾ വരൂല. 22 വയസ്സുള്ള പൊന്നുമോക്ക് 22 ലക്ഷം രൂപ കെട്ടിവെക്കുകയാ. സമ്പാദ്യം മുഴുവനും വിറ്റുപറക്കി ചികിത്സിക്കുകയാ. പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, രോഗങ്ങളൊക്കെ മാറി. 6 മാസമാകുമ്പോ വീണ്ടും ഒരു വേദന വരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രമുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവന്റെ വിധിയെ തടുക്കാൻ കഴിയില്ല. പൊന്നുമോളോടെ ഇരുത്തിയിട്ട് വാപ്പയോട് ഡോക്ടർമാര് മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ വിശഗ്ധരന്മാര് പറഞ്ഞ വാക്യം എന്തെന്നറിയോ? രക്ഷയില്ല, രക്ഷയില്ല. ഏതാനും ദിവസങ്ങള് പൊന്നുമോള് ജീവിച്ചിരിക്കൂ. ശരീരം മുഴുവൻ രോഗാണുക്കൾ സ്പ്രെഡായിരിക്കുകയാ. ഇനി രക്ഷയില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പ്രിയമുള്ള സഹോദരങ്ങള്, കർണാടകയിൽ ഞാൻ പ്രഭാഷണം കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിൽ മറ്റൊരു പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോ എന്നെ ഫോണിലൂടെ വിളിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച രാവിലെ എന്നെ വിളിക്കുകയാണ്, ഉസ്താദേ, എന്റെ പൊന്നുമോക്ക് അസുഖം കൂടുതലാ, നിങ്ങളൊന്ന് വന്നൊന്ന് ദുആ ചെയ്യുവോ? എത്രയോ ദിവസങ്ങൾ അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളതാ. വെറുതെ കെട്ടുകഥ പറയുന്നതല്ല ഉമ്മ. തൊട്ടടുത്താണ് നെല്ലിക്കട്ട മുസ്ലിം ജമാഅത്തിന്റെ പള്ളി. അവിടെ ബാങ്ക് വിളിക്കുമ്പോ ക്യാൻസർ രോഗം ബാധിച്ചിന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന പൊന്നുമോള് ഒലുവെടുക്കുകയാ. എന്നിട്ട് ഉമ്മാനെ വിളിക്കുകയാ. എന്നിട്ട് എന്തിനെന്നറിയോ? സ്വന്തമായിരിക്കാൻ കഴിയുന്നില്ല. ഉമ്മാനെ കിബിലക്ക് പിന്തിരിഞ്ഞിരുത്തും. എന്നിട്ട് കിബിലയിലേക്ക് മുതുക് ചാരി വെച്ചിരുന്ന് ഉമ്മാന്റെ മുതുകിൽ ചാരി നമസ്കരിക്കുന്നത് വല്ലാഹി ഞാൻ കണ്ട കാഴ്ചയാ. ക്യാൻസർ ബാധിച്ചു വേദന കൊണ്ട് പുളയുമ്പോഴുപോലും പുഴു പിടക്കുന്നത് പോലെ പിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 22 വയസ്സല്ലേ പ്രായമുള്ളൂ. അല്ലാഹുവേ, ഞാനങ്ങനെ എന്റെ സുഹൃത്തുക്കളുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവ് തൊട്ടടുത്തിരുന്ന് കരയുകയാ. അല്ലാഹുവേ, ഭർത്താവിന്റെ കൈ പിടിച്ചിരിക്കുകയാ. വാപ്പയോട് തൗഫീഖ എന്ന പൊന്നുമോള് ചോദിച്ച കാര്യം എന്തെന്നറിയോ? വാപ്പാ, നിങ്ങൾ കരയണതെന്തിനാ? റബ്ബിന്റെ തീരുമാനമല്ലേ. സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ കരയണത്? ഇത്താത്താക്കൊന്നുമില്ല, റബ്ബ് തന്നതിനപ്പുറമൊന്നുമില്ല. 10 മാസം ചുമന്ന ഉമ്മാനെ കെട്ടിപ്പിടിച്ചു പൊന്നുമോള് കരയുകയാ. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ അസ്ർ നമസ്കാരം കഴിയുമ്പോ ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പോ പൊന്നുമോള് പറയുന്നു, വാപ്പിച്ച, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവോ? അതുവരെ വേദന തിന്ന പൊന്നുമോള. അല്ലാഹുവേ, ഹോസ്പിറ്റലിലേക്ക് പോകാൻ എടുത്ത ഭർത്താവാകുന്ന സഹോദരൻ എടുക്കുകയാ. 2.5 വയസ്സുള്ള 3 വയസ്സുള്ള ഒരു പൊന്നു കുഞ്ഞിനെ എങ്ങനെയാണോ താങ്ങിയെടുക്കുക, അതുപോലെ ഒരു മാംസ കഷണത്തെ, എല്ലിൻ കഷണത്തെ താങ്ങിയെടുത്തുകൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് വെക്കുമ്പോ ആ തൗഫീഖ് എന്ന പൊന്നുപോലെ ശ്വാസം എടുത്തു വലിക്കുകയാ. പിന്നീട് അനക്കമില്ല. എന്നെ വിളിക്കുന്നു, ഉസ്താദേ, ഒന്ന് പുറത്തേക്ക് വരുമോ? എന്റെ പൊന്നുപോള് കണ്ണു തുറക്കണില്ല. എന്റെ പൊന്നുപോള് വിളി കേൾക്കുന്നില്ല. ഒന്ന് വന്ന് നോക്കുവോ? വല്ലാഹി വല്ലാഹി എന്റെ കൺമുന്നിലാണ് ആ പൊന്നുമോള് വഫാത്താകുന്നത്. നോക്കുമ്പോ ശ്വാസമില്ല, അനക്കമില്ല. എന്റെ ഉമ്മാന്റെ വഫാത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിലേക്ക് ഒരാൾ എന്റെ മുന്നിൽ കിടന്ന് മരണപ്പെടുന്നത്. ഞാൻ ഇങ്ങോട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വരുമ്പോ എന്നെ
എന്നെ വിളിക്കാൻ വേണ്ടി കടന്നു വന്ന അഹമ്മദ് അടക്കമുള്ള ലുക്മാൻ മാഷടക്കമുള്ള അസീസ് അടക്കമുള്ളവർ വാഹനത്തിൽ നിന്ന് വിശേഷങ്ങൾ ചോദിക്കുമ്പോ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാ. ഇന്ന് ക്യാൻസർ പടർന്ന് പന്തലിക്കുന്ന കാലമാ. ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഇന്നെന്റെ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോ എന്റെ ഉമ്മ ഇന്ന് കബറിലാണ്. 10 മാസം ചുമന്ന എന്നെ ഞാനാക്കി മാറ്റിയ തിരുവനന്തപുരം ജില്ലയുടെ, കൊല്ലം ജില്ലയുടെ ഇവിടെ പ്രഭാഷണത്തിന് പോയാലും എന്റെ സദസ്സിൽ ഉമ്മമാരുടെ ആദ്യ കസേരയിൽ എന്റെ ഉമ്മയുണ്ടാകും. കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 2 വർഷമാണ്. മരണപ്പെടുമ്പോ എന്റെ ഉമ്മാന്റെ പ്രായം എത്രയെന്നറിയോ? അനുഭവമാണല്ലോ ജീവിതത്തിന്റെ